ബിജെപി നേതാവും ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജു ശ്രീനിവാസൻ കൊലപാതക കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കും. രാവിലെ 11 മണിക്ക് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി.ജി. ശ്രീദേവിയാണ് ശിക്ഷ വിധിക്കുക. പ്രതികൾ എല്ലാവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. അപ്രകാരം തന്നെയാണ് പ്രോസിക്യൂഷനും രഞ്ജു ശ്രീനിവാസന്റെ കുടുംബവും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ആവശ്യപ്പെട്ടതും ആഗ്രഹിക്കുന്നതുമൊക്കെ. എന്തായാലും SDPI PFI ഭീകരരായ 15 പേരാണ് ഈ കേസിലെ പ്രതികൾ. കോടതി കണ്ടെത്തിയതും ഇവരെ പ്രതികളായി തന്നെ. സുധീഷ് ഗോപാലും നിഷ ദിലീപുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം നിഷയിലേക്ക്. നിഷ, തീരദേശ ജനതയുടെ ശബ്ദമായി അവർക്ക് വേണ്ടി നിലകൊണ്ട ആ വലിയ മനുഷ്യൻ കുടുംബത്തിന് മുന്നിൽ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ഈ ഭീകരതയുടെ മുഖം വളരെ വലുതായിരുന്നു. എന്തായാലും നിർണായകമായ വിധി പ്രസ്താവം തന്നെയാണ് ഇന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. 15 പ്രതികൾ, 15 ഭീകരർ, അവർക്കുള്ള ശിക്ഷാ പ്രസ്താവം രാവിലെ 11 മണിക്ക് തന്നെ ഉണ്ടാകുമോ? ഹനു, രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി.ജി. ശ്രീദേവി ഈ കേസിൽ വിധി പറയുക. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളിൽ പ്രതിഭാഗവും പ്രോസിക്യൂഷനും ഒക്കെ ഉന്നയിച്ച കാര്യങ്ങൾ, അതായത് അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആസൂത്രണം ചെയ്ത് മൃഗീയമായി നടത്തിയിട്ടുള്ള കൊലപാതകം, ഈ കേസിൽ പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ അത് സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായിരിക്കണം. മാത്രമല്ല, ഈ പ്രതികൾ പുറത്തിറങ്ങിയാൽ അത് നാടിന് ആപത്തായിരിക്കും എന്ന കാര്യങ്ങൾ തന്നെയാണ് ശക്തമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വാദങ്ങളെല്ലാം തന്നെ ഈ കൊലപാതകത്തിന്റെ ഒരു മൃഗീയത തെളിയിക്കുന്ന കാര്യങ്ങളായിരുന്നു കോടതിയിൽ നടന്നത്. അതായത് അമ്മയുടെയും താൻ സംരക്ഷിക്കേണ്ട അമ്മയുടെയും ഒപ്പം തന്നെ മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ മുന്നിൽ വെച്ച് അതിക്രൂരമായി രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് വന്ന ഒരു മനുഷ്യനെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അതിഭീകരമായി വെട്ടിക്കൊലപ്പെടുത്തി. വെട്ടിക്കൊലപ്പെടുത്തുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഖം അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വികൃതമാക്കി. അത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം മുമ്പെങ്ങും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ലാത്ത രീതിയിൽ അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്ന കാര്യത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ശക്തമായി കോടതിയിൽ വാദിച്ചത്. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തന്നെ കോടതി, മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, അതായത് സാക്ഷികൾക്ക് ജീവഹാനി ഉണ്ടാവുന്ന രീതിയിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തൽ, ഒപ്പം തന്നെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വെട്ടിക്കൊലപ്പെടുത്തുക, ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതി പരിഗണിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലെ മുഴുവൻ പ്രതികളും, അതായത് 15 പേർ, കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പേരും ഒപ്പം തന്നെ അവർക്ക് സഹായകമായി രഞ്ജു ശ്രീനിവാസന്റെ വീട്ടിൽ നിന്ന് 4 പേരും അടക്കമുള്ള 12 പേർ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണ്. ഇവർ കൊലപാതക കുറ്റത്തിന് തന്നെ ശിക്ഷാർഹരാണ് എന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി. ഒപ്പം ഈ സംഭവങ്ങളിലേക്കൊക്കെ നയിക്കാൻ പ്രധാന ഗൂഢാലോചന നടത്തിയ മൂന്ന് പേർ, 13 മുതൽ 15 വരെയുള്ള പ്രതികൾ, ഇവരും കൊലപാതക കുറ്റത്തിന് സമാനമായ കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നും കോടതി എടുത്തു പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കേസിലെ 15 SDPI PFI ഭീകരരായ 15 പ്രതികളും കുറ്റക്കാരാണെന്ന്, കൊലപാതക കുറ്റത്തിന് തന്നെ അർഹരാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിന്റെ വിധി പറഞ്ഞതുപോലെ തന്നെ കേരളമല്ല എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ കൊല്ലപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ കൃത്യമായി അവരെ ആസൂത്രണം ചെയ്ത് മൃഗീയമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തുക എന്നുള്ള രീതിയായിരുന്നു രഞ്ജു ശ്രീനിവാസന്റെ ഒരു മരണത്തിലുണ്ടായത്. ഈ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചത് 3-ാം പ്രതിയുടെ ഭാര്യയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ ഹിറ്റ് ലിസ്റ്റിൽ 1-ാം പേരുകാരനായിരുന്നു രഞ്ജു ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു പെട്ടെന്ന് പ്രതികൾക്കുണ്ടായ ഒരു പ്രകോപനമാണ് ഇത്തരത്തിൽ മൃഗീയമായ ഒരു കൊലപാതകത്തിലേക്ക് പോയത് എന്നുള്ള കാര്യം കോടതി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കാരണം ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അതിലെ 1-ാം പേരുകാരനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുക, അതും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് പുലർച്ചെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തി ആ മൃതദേഹത്തോട് പോലും ഒരു ക്രൂരത കാണിച്ചു. അതാണ് പ്രതികൾ ചെയ്തത് എന്ന കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ നിരവധി തവണ പറയുകയുണ്ടായി. എന്തായാലും ഈ വാദമുഖങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതുവരെ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലെ മുഴുവൻ പ്രതികളും
കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കോടതി ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് അവർ കണ്ടെത്തിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ കേസിലെ 15 പ്രതികളിൽ 14 പേരെയും കോടതി നേരിട്ട് കേട്ടിരുന്നു. ഇതിലെ 10ാം പ്രതി ഹൃദ്രോഗബാധിതനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണുള്ളത്. ഈ 14 പ്രതികളും തങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളും വീട്ടിൽ പ്രായമായ മാതാപിതാക്കളും ഒപ്പം തന്നെ ഭാര്യയും സംരക്ഷിക്കപ്പെടേണ്ട കുട്ടികളും ഒക്കെയുള്ള കാര്യം പറയുകയുണ്ടായി. ആ സമയത്തും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് രഞ്ജിത്ത് ശ്രീനിവാസനും സമാന സാഹചര്യത്തിൽ അദ്ദേഹം സംരക്ഷിക്കേണ്ട അമ്മയുടെയും മക്കളുടെയും ഒക്കെ മുന്നിൽ വെച്ചാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഇതെന്തായാലും പ്രോസിക്യൂഷന്റെ ഈ വാദമുഖം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾക്കുള്ള ശിക്ഷ പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിന് ഒന്നെങ്കിൽ പ്രതികൾക്ക് വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം അടക്കമുള്ള കാര്യങ്ങളിലേക്കാകും ഇന്നിനി കോടതി പോകാനുള്ളത്. എന്തായാലും ഈ 15 പ്രതികളിൽ 13 മുതൽ 15 വരെയുള്ള പ്രതികൾ ഈ പ്രധാന ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളാണ്. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഉള്ളത് ഈ 15 പ്രതികളും ഉള്ളത് മാവേലിക്കര സബ് ജയിലിലാണ്. കോടതിയോട് ചേർന്ന് ഉള്ള സബ് ജയിലിലാണ് ഈ പ്രതികൾ എല്ലാവരും തന്നെ ഉള്ളത്. ഇന്നിപ്പോൾ 11 മണിയോടുകൂടി ഈ ഒരു ശിക്ഷ മാവേലിക്കര അഡീഷണൽ കോടതി ജഡ്ജി VG ശ്രീദേവി പ്രതികൾക്കുള്ള ശിക്ഷ എന്താണ് എന്ന് പ്രഖ്യാപിക്കും. എന്തായാലും ഈ ഒരു ശിക്ഷ നമ്മുടെ സമൂഹത്തിന് തന്നെ ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകൾക്ക് തന്നെ മാതൃകയാവണം എന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു ശിക്ഷ തന്നെയായിരിക്കും ഈ ഒരു കൊലപാതകികൾക്ക് കിട്ടുന്നത്. കാരണം രഞ്ജിത്ത് ശ്രീനിവാസൻ മരിച്ച് കൊല്ലപ്പെട്ട് 2 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരാൻ പോകുന്നത്. നിരവധി സാക്ഷികളെ ഒക്കെ കോടതി വിസ്തരിക്കുകയുണ്ടായി കഴിഞ്ഞ്. ഒരു പക്ഷെ മറ്റ് ഈ സമാനമായ കേസുകൾക്ക് മാതൃക കൂടിയാണ്. കാരണം ഈ കൊലപാതകം നടന്ന് 2 വർഷത്തിനുള്ളിൽ ഇതിന്റെ വിധി പ്രസ്താവം അല്ലെങ്കിൽ 2 വർഷം പൂർത്തിയാവുന്ന വേളയിൽ ഇതിന്റെ വിധി പ്രസ്താവം വരിക മാതൃകാ ശിക്ഷാവിധി തന്നെയായിരിക്കും ഇത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആശിക്കാം. സുധീഷ് ഗോപാൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുധീഷ്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു രീതിയിലും ചുക്കാൻ പിടിക്കാത്ത ഒരു വലിയ ജനത ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. ഈ ജനങ്ങളുടെ ശബ്ദമായി വർത്തിച്ച ഒരു വലിയ മനുഷ്യനെയാണ് ഈ ഭീകരവാദികൾ ഇപ്രകാരം കൊല ചെയ്തത്, അതും കുടുംബത്തിന് മുന്നിലിട്ട്. എന്തായാലും നേരത്തെ നിഷ സൂചിപ്പിച്ച പോലെ നമ്മൾ പല ദിവസങ്ങളിലായി പറഞ്ഞതുപോലെ കേരളത്തിലെ എല്ലാവരുടെയും ആവശ്യവും അത് തന്നെയാണ്. മാതൃകാ ശിക്ഷാവിധി ഈ കേസിന് ഉണ്ടാകണം എന്നത് തന്നെ. അങ്ങനെ തന്നെയാണ്. കാരണം ഇത്തരമുള്ള ഒരു അക്രമം, അതും വളരെ ആസൂത്രിതമായി നടത്തുന്ന കൊലപാതകങ്ങൾ, അത് നിരപരാധികളായ ഒരു തരത്തിലും ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതിയല്ലാത്ത, ഇല്ലെങ്കിൽ എല്ലാവരെയും ചിരിച്ചുകൊണ്ട് മാത്രം അഭിമുഖീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ. ഈ മരണത്തിന് തൊട്ടു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ. അവിടെ നിന്നും മത്സരിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു രാഷ്ട്രീയ രംഗത്ത് എല്ലാവരുടെയും സമ്മതിയോടുകൂടെ നിലനിന്നിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെയാണ് ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ തന്നെ രാവിലെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു സംഘം അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. അതും കൊച്ചു കുട്ടികളുടെ മുമ്പിൽ വെച്ച്. അവർക്ക് ഈ ജീവിതത്തിൽ ആ ഒരു നിമിഷം, അതിൻ്റെ ഒരു ആഘാതം അത് മനസ്സിൽ നിന്ന് പോകില്ല. അത്രയ്ക്ക് ക്രൂരമായ ഒരു കൊലപാതകം നടത്താൻ സാധാരണ വ്യക്തികൾക്ക് കഴിയില്ല. ഒരു കുട്ടികളുടെ മുമ്പിൽ വെച്ച് കൊലപാതകം നമുക്കറിയാം. പണ്ട് ജയകൃഷ്ണൻ മാസ്റ്ററെ കണ്ണൂരിൽ സ്കൂളിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് സമാനമായ രീതിയിൽ തന്നെ അതിക്രൂരമായ കൊലപാതകം നടത്തുക. അതിനുശേഷം അവർ ഒരു കൂസലുമില്ലാതെ ആ റോഡിലൂടെ ബൈക്ക് ഓടിച്ച് സാവധാനത്തിൽ പോവുക. അതിൻ്റെ എല്ലാം CCTV ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ടുള്ള ഒരു വിചാരണയായിരുന്നു നടന്നിരുന്നത്. ഇതിൽ 156 സാക്ഷികളെ അടക്കം വിസ്തരിച്ചപ്പോൾ എല്ലാവരും ഈ കൊലപാതകത്തിൻ്റെ ഒരു ക്രൂരത സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ വെളിപ്പെടുത്തിയിരുന്നു. കാരണം അതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരാണെങ്കിൽ ആ മുറിവുകളുടെ ആഴവും ആ ഒരു കൊലപാതകം നടത്തുന്നതിൻ്റെ രീതിയും അതിലെ ക്രൂരതകളും എല്ലാം തന്നെ ചികിത്സിച്ച ഡോക്ടർമാരായാലും ഇല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ സർജനായാലും എല്ലാം തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ പരേഡ് ഇത് എല്ലാം നടത്തി എല്ലാ തരത്തിലുള്ള തെളിവുകളും നിരത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിചാരണ നടന്നത്. ഒരു തരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ എത്രയും വേഗത്തിലുള്ള വിചാരണയിലൂടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ജയരാജ് ആയാലും കൃത്യമായി തന്നെ തെളിവുകൾ കണ്ടെത്തുന്നതിൽ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം അതിന് തൊട്ട് തലേ ദിവസം കൊല്ലപ്പെട്ട ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ്റെ
പ്രതികളെ പിടികൂടുന്നതിലെല്ലാം വലിയ ജിജ്ഞാസ കാണിച്ച പോലീസ് വളരെ മൃദു സമയം ഇല്ലെങ്കിൽ മന്ദഗതിയിലായിരുന്നു ഇതിൻ്റെ അന്വേഷണം നടത്തിയിരുന്നത്. എന്നാൽ അതിന് നാനാ തുറകളിൽ നിന്നും വിമർശനം ശക്തമായതോടെയാണ് കൃത്യമായ ഒരു അന്വേഷണ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ അതനുസരിച്ച് നീങ്ങിയപ്പോൾ കൃത്യമായി തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചു. രാഷ്ട്രീയ സമ്മർദ്ദം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് ഒഴിഞ്ഞത്. അതിനുശേഷമാണ് പ്രതികളിലേക്ക് കൃത്യമായ അന്വേഷണം പോവുകയും പ്രതികളെ പിടിക്കുകയും തൊണ്ടിമുതലുകൾ ശേഖരിക്കുകയും എല്ലാം ചെയ്യുന്നത്. ആ രീതിയിൽ കൃത്യമായി നടത്തിയ ഒരു അന്വേഷണത്തിലൂടെ അതിന് സമാനമായ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ പ്രോസിക്യൂഷൻ ഭാഗം അത് കൃത്യമായി കോടതിയിൽ പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായാണ് പ്രതികളെല്ലാം തന്നെ കുറ്റവാളികളാണ് എന്ന കണ്ടെത്തലിലേക്ക് എത്തുന്നത്. ആ ഒരു എത്തലിൽ അത് പരമാവധി ശിക്ഷ നൽകിക്കൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ ഇത്തരം അക്രമങ്ങൾ ഇല്ലെങ്കിൽ ഇത്തരം ക്രൂരത ഇനി ആവർത്തിക്കാതിരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ശിക്ഷ വിധിക്കണം എന്നത് തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം വാദിച്ചത്. അതിനനുസരിച്ചുള്ള ഒരു നടപടി തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. എന്തു തന്നെയായാലും എല്ലാവരെയും ഞെട്ടിച്ച ഒരു കൊലപാതകമാണ്. അതിൽ തന്നെ പറയുന്നത് മറ്റൊരു കൊലപാതകത്തിന്റെ പകവീട്ടിലാണെന്ന് പറയുമ്പോൾ തന്നെ അതല്ലെന്നും പ്രോസിക്യൂഷന് കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞു. കാരണം നേരത്തെ തന്നെ ഇങ്ങനെ ഒരു പട്ടിക ഉണ്ടാക്കിയിരുന്നു. അതിൽ പെട്ട ഒരാളാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ. അപ്പം കൊലപാതകം ചെയ്യാൻ മാത്രം ഉന്നമിട്ട് അതിന്റെ പട്ടിക തയ്യാറാക്കി നടക്കുന്ന ഇല്ല ജീവിക്കുന്ന ഒരു സംഘം, ആ സംഘം എപ്പോൾ വേണം കൊലപാതകം തലേന്ന് രാത്രി ഈ കൊലപാതകം നടക്കുന്നതിന്റെ തലേന്ന് രാത്രി 1 മണിയോടെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിലെത്തിയിരുന്നു ഈ പ്രതികൾ. അപ്പോൾ സാഹചര്യം മോശമായി ചിലരെ പുറത്ത് കണ്ടതുകൊണ്ട് അത്തരം ഒരു കൊലപാതകം നടത്തി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കൊലപാതകത്തിന്റെ സമയം നീട്ടുന്നു. അത് പിറ്റേന്ന് രാവിലെ 6:30-7 മണിയോടാക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രത്യേക ഒരു ആവേശത്തിന് ഇല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഒരു നിമിഷത്തിലുണ്ടായ ഒരു പ്രകോപനം കൊണ്ടല്ല ഈ കൊലപാതകം നടന്നത്. വളരെ കൃത്യമായ ആസൂത്രണത്തിലാണ്. തൊട്ട് തലേന്ന് രാത്രിയും ഇതേ രീതിയിൽ കൊലപാതകം നടത്താൻ ഈ സംഘം എത്തിയിരുന്നു എന്നതും പ്രോസിക്യൂഷന് കോടതിയെ ധരിപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ മനോനിലയിൽ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത കുറവുള്ള വ്യക്തികൾ എന്ന ഒരു വിലയിരുത്തൽ. കാരണം തലേന്നത്തെ അതേ മനോഭാവത്തിൽ അതിനേക്കാൾ വീറോടെ പിറ്റേന്ന് രാവിലെ വന്ന് കൊലപാതകം നടത്തി മടങ്ങുക, ഇത് എല്ലാം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ മനോനിലയെക്കുറിച്ചും എല്ലാം തന്നെ കോടതി കൃത്യമായി തന്നെ ആരാഞ്ഞിട്ടുണ്ട്. ആ രീതിയിലെല്ലാം തന്നെ ഏതെങ്കിലും ഇവർ അർഹിക്കുന്നവരാണോ എന്നത് പരിശോധിക്കുകയാണ്. എന്നാൽ അത്തരത്തിലെല്ലാം പരിശോധിക്കുമ്പോഴും ഇവരുടെ ഒരു ക്രൂര സമീപനം തന്നെയാവണം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകിക്കൊണ്ട് ഇത്തരത്തിലൊരു അക്രമം നടത്താൻ പൊതുസമൂഹത്തിൽ ആർക്കും തന്നെ ഇനിയും ഒരു തോന്നൽ ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു താക്കീതായി മാറുന്ന ഒരു ശിക്ഷാവിധി അത് തന്നെയാണ് ഈ സമൂഹം എല്ലാം തന്നെ ഒരു മനസ്സോടെ ആഗ്രഹിക്കുന്നതും. ഇതിൽ ക്രൂരത, ഈ കൊലപാതകത്തിലെ ക്രൂരതകളെല്ലാം തന്നെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. അതിലുപരിയായി ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനം അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന തരത്തിലുള്ള അവരുടെ രീതികൾ ഇതെല്ലാം തന്നെ വലിയ ഒരു ചോദ്യചിഹ്നമായി കോടതിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അതിനൊക്കെയുള്ള താക്കീതായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കുക. ഇതോടൊപ്പം തന്നെ ഇതിൽ തന്നെ ഈ കോടതി വളപ്പിൽ വിസ്താരം കേൾക്കാൻ വന്ന ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള വ്യക്തികൾ തന്നെ ഭീഷണിയുടെ സ്വരത്തിൽ ആ കോടതി വളപ്പിൽ നിന്ന് പറയുന്നതായി ഇത് കേട്ടവർ പറയുന്നുണ്ട്. അതായത് വധശിക്ഷയ്ക്ക് വിധിക്കുന്നെങ്കിൽ വിധിക്കട്ടെ, ഞങ്ങൾ അപ്പീൽ പോകാതെ ഒരു വെല്ലുവിളിയായി ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് അവർ മരണത്തിന് കീഴടങ്ങാൻ തയ്യാറാവും, എത്ര പേരെ ഇവർ കൊല്ലും. ആ രീതിയിൽ സമൂഹത്തിൽ ഒരു പ്രത്യേക അന്തരീക്ഷം ഇല്ലെങ്കിൽ ഒരു വീണ്ടും ഒരു മതസ്പർദ്ധ വളർത്തുന്നതിനും ഇല്ലെങ്കിൽ ഒരു കലാപത്തിലേക്ക് നയിക്കത്തക്ക രീതിയിലുള്ള ചിന്തകളുമായി നിൽക്കുകയാണ് ഇത്തരം ഒരു സമൂഹം എന്നതാണ് ഏറ്റവും ഭീഷണിപ്പെടുത്തുന്ന സത്യം. അതിനെതിരെയുള്ള കൃത്യമായ താക്കീതായി ഇത്തരം ഭീഷണികൾക്ക് മുമ്പിൽ നിയമവും ഇവിടുത്തെ മറ്റ് ക്രമസമാധാന പാലനവും എല്ലാം കൃത്യമായി തന്നെ പോകും എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു ശിക്ഷാവിധിയാവണം ഇതെന്നതാണ് പൊതുസമൂഹത്തിന്റെ ആഗ്രഹം. അതിനനുസരിച്ച് തന്നെ ഇന്ന് 11 മണിക്ക് കോടതി ചേരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വിധി കേൾക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ. അനു, സുധീഷ്, ഉദാത്തമായ സന്ദേശം നൽകിയ ഒരു ജീവിതത്തിന്റെ ഉടമ കൂടിയായിരുന്നു അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്നതിലും തർക്കമില്ല. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ജീവസബരിയെ കൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മാതൃകയായി നൽകി എന്നതും വാസ്തവമാണ്. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, ഞാനും നിഷയും ഇത് ഈ ഒരു വാർത്ത സംസാരിച്ചു തുടങ്ങിയപ്പോൾ പോലും പറഞ്ഞു തുടങ്ങിയത് ഇപ്രകാരമായിരുന്നു. കാരണം കേരളത്തിലെ തീരദേശ ജനതയുടെ സാന്ത്വനമായി നിലകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വിഘ്നമായി വന്നപ്പോൾ അരുംകൊല നടത്താൻ ഈ
സുധീഷ് പറഞ്ഞതുപോലെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആസൂത്രിത നീക്കമുണ്ടായി, ആസൂത്രിത ശ്രമമുണ്ടായി. അതിലവർ ഒരുപക്ഷെ അന്ന് ആ കൊലപാതകം നടത്തി അന്നത്തെ ദിനം മാത്രം വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരെയും, ഒരുപക്ഷെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും കൈകോർത്ത് ഒരുമിച്ച് നിന്ന് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വന്ന് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ ഭീകരവാദം. ഒരു രീതിയിലും നമ്മുടെ മണ്ണിൽ വേരുറപ്പിക്കാൻ സാധ്യമില്ലാത്ത വിധം എടുത്തു കളയണം ഒറ്റക്കെട്ടായി തന്നെ. ഇതിനെല്ലാം ഈ ഒരു വിധി നമുക്ക് മാതൃകയാകും, വഴികാട്ടിയാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ സുധീഷ്? ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ചെയ്യാവുന്നതും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് ചെയ്യാവുന്നതുമായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. കൃത്യമായി തന്നെ ഈ കൊലപാതകത്തിലെ ക്രൂരതയുടെ ഒരു ആഴം, അതോടൊപ്പം തന്നെ അവരുടെ മനോനിലയിലെ പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ എത്രത്തോളം ക്രൂരമായ മനസ്സാണ് അവർക്കുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അവരുടെ മുൻകാല ചരിത്രങ്ങൾ, അതോടൊപ്പം തന്നെ ജയിൽ വാസം അനുഭവിക്കുമ്പോഴുള്ള അവരുടെ പ്രവർത്തികൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതും ഒരു വനിതയാണ് ജഡ്ജി എന്നത്, ശ്രീദേവി എന്ന ജഡ്ജിയാണ് ഇതിൻ്റെ ശിക്ഷ വിധിക്കുന്നത്. അവർ ആ ഭാര്യയുടെ ഭാഗത്ത് നിന്ന്, ആ അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായി അറിയാം എത്രത്തോളം ക്രൂരതയാണ് നടന്നതെന്നത്. അതിനും ഉപരിയായി പൊതുസമൂഹത്തിൽ ഈ കൊലപാതകം നൽകിയ സന്ദേശം, എത്ര മാന്യമായി ജീവിച്ചാലും ഇത്തരം ക്രൂരതകൾക്ക് അടിപ്പെടാം, എത്ര നല്ല കാര്യങ്ങൾ ചെയ്ത് പൊതുസമൂഹത്തിനാകെ തന്നെ നല്ല ഒരു സത്പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്കും ഇത്തരം ക്രൂരമായ കൊലപാതകത്തിന് വിധി വരാം എന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഓരോ മനുഷ്യരിലും ഉണ്ടാക്കിയത്. കാരണം രഞ്ജിത്ത് ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവുമില്ല. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം ഇടപെടുന്ന, ആരോടും പ്രകോപനപരമായി ഒന്നും പറയാത്ത ഒരു വ്യക്തി. അതിലുപരി ഈ പറഞ്ഞ പോലെ തീരദേശ മേഖലയിൽ നിന്നും വളർന്നു വന്ന് അഭിഭാഷകനായി ഈ അഭിഭാഷക വൃത്തി നടത്തുമ്പോൾ തന്നെയും അതിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റ് സാമ്പത്തിക നേട്ടം ഒന്നും നോക്കാതെ പാവങ്ങൾക്കായി കേസ് വാദിച്ച, ഇല്ലെങ്കിൽ ഇത്തരം സമൂഹത്തിലെ ദുഷ്പ്രവർത്തികൾക്കെതിരെ മറ്റ് ഒരു ലാഭവും നോക്കാതെ പ്രവർത്തിച്ച, വളരെ മാതൃകാപരമായി ജീവിച്ച ഒരു വ്യക്തി. ആ വ്യക്തി ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്തരത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെടുക, അതും കുട്ടികളുടെ മുമ്പിൽ വെച്ച് കൊല്ലപ്പെടുക, ക്ഷേത്രത്തിൽ പോയി മടങ്ങി വന്ന അമ്മയുടെ മുമ്പിലിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തി അവരെയും കത്തിക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുക, ഈ രീതിയിലുള്ള ക്രൂരത ഈ കുടുംബം അനുഭവിക്കേണ്ടി വന്നപ്പോൾ അതിന് ഉള്ള താക്കീതാവണം. ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ ഒരു തരത്തിലും തെറ്റ് ചെയ്യാത്ത ഒരാളെ സംഘം ചേർന്ന് വന്ന് ഗൂഢാലോചനയുടെ ഭാഗമായി അതിക്രൂരമായി കൊലപ്പെടുത്തുക. അപ്പോൾ അത്തരം ഒരു പ്രവൃത്തി ഇതിൽ തന്നെ പറയുന്നുണ്ട്. പലരുടെ പട്ടിക എടുത്തപ്പോൾ അതിൽ ചില യോഗ്യതകൾ, നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, അഭിഭാഷകനാണ്, ഇപ്പോഴത്തെ പാർട്ടിയിലെ സ്ഥാനം, ഇത് എല്ലാം അളന്നുകൊണ്ട് ഒരാളെ കൊലപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിക്കുക. മറ്റൊരു തെറ്റുമില്ല, ഇയാൾ അഭിഭാഷകനായി പോയി, ഇല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് എന്നതൊക്കെ മാനദണ്ഡമാക്കിക്കൊണ്ട് ഒരാളെ കൊലയ്ക്ക് ഇരയാക്കുമ്പോൾ അതിലെ ക്രൂരത, അത്തരം ചിന്താഗതിയിലുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ 15 പ്രതികളും, അത് 15ാം പ്രതി ഗൂഢാലോചന നടത്തിയതാണെങ്കിൽ പോലും അയാൾക്കും ഈ ക്രൂരതയിൽ തുല്യ പങ്കുണ്ട് എന്ന തിരിച്ചറിവാണ് കോടതിയിൽ വരുത്താൻ ശ്രമിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ. അതുകൊണ്ട് തന്നെ മുഴുവൻ പ്രതികൾക്കും പരമാവധി ശിക്ഷ ലഭിക്കത്തക്ക രീതിയിലുള്ള എല്ലാ നിയമപരമായ പോരാട്ടങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൻ്റെതായ വില നൽകിക്കൊണ്ട് പരമാവധി ശിക്ഷ തന്നെ നൽകി ഈ പൊതുസമൂഹത്തിനാകെ ഒരു സന്ദേശം നൽകുന്നതാവും ഇന്നത്തെ കോടതി വിധി എന്നത് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ. അങ്ങനെ ആവാനുള്ള സാധ്യതയുമുണ്ട്. അനു, ശരി, നിഷ ദിലീപും സുധീഷ് ഗോപാലുമാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.